പൊതുവെ ബി ജെ പിക്ക് മുസ്ലിം വോട്ടുകൾ ലഭിക്കില്ല എന്ന് പൊതുവെ ഉള്ള ധാരണ തിരുത്തിക്കുറിച്ചുകൊണ്ടുള്ള ഒരു വാർത്തയും റിപ്പോർട്ടുമാണ് പുറത്തു വരുന്നത്. ഉത്തർപ്രദേശിൽ നിന്നാണ് റിപ്പോർട്ട് പുറത്തു വരുന്നത്. 2019 ഒരൊറ്റ മുസ്ലിം സ്ഥാനാർത്ഥിയെ പോലും ബി ജെ പി നിർത്തിയിരുന്നില്ല. പക്ഷേ ബി ജെ പിക്ക് അവിടെ നിന്ന് 10% മുസ്ലിം വോട്ടുകൾ ലഭിച്ചു. ഇത് ഒരു വലിയ അത്ഭുതമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഇത്തവണ ബി ജെ പി ലക്ഷ്യമിടുന്നത് 15% മുസ്ലിം വോട്ടുകൾ നേടുക എന്നുള്ളത് തന്നെയാണ്. എങ്ങനെയാണ് ഈ വോട്ടുകൾ 10% വോട്ടുകൾ നേടിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യോഗി ആദിത്യനാഥ് മുസ്ലിം സമുദായത്തിന് നൽകിയ സൗജന്യങ്ങളും സാമ്പത്തിക സഹായങ്ങളും ആണ് ഒരു വലിയ പരിധിവരെ ഈ വോട്ടുകളെ ബി ജെ പിക്ക് ആകർഷിക്കാൻ കഴിഞ്ഞത്. ഒപ്പം തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികൾ പസ്ബന്ധ മുസ്ലിങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയ സ്വാധീനമാണ് ബി ജെ പിക്ക് ഈ വോട്ട് വർദ്ധിപ്പിക്കുന്നതിന് ഇടയാക്കിയിരിക്കുന്നത്. ഇപ്പോൾ ബി ജെ പിയുടെ പുതിയ ലക്ഷ്യം ഒരു ബൂത്തിൽ നിന്ന് 50 മുസ്ലിം വോട്ടുകൾ നേടുക എന്നുള്ളത് തന്നെയാണ്. കഴിഞ്ഞ തവണത്തെ ഇലക്ഷൻ 2019 ഇലക്ഷൻ 20,000 ബൂത്തുകളിൽ ബി ജെ പിക്ക് വോട്ട് നഷ്ടമായിരുന്നു, വോട്ട് കുറഞ്ഞിരുന്നു. അത് മുസ്ലിം വോട്ട് മാത്രമല്ല, എല്ലാ തരത്തിലുള്ള വോട്ടുകളും 20,000 ബൂത്തുകളിൽ ബി ജെ പി കുറഞ്ഞിരുന്നെങ്കിൽ ആ ബൂത്തുകൾ ലക്ഷ്യമിട്ടുകൊണ്ടാണ് കഴിഞ്ഞ ഒരു വർഷമായി ബി ജെ പി പ്രവർത്തിക്കുന്നത്. ഇവിടെ ഓരോ ബൂത്തിലും 11 അംഗങ്ങളെ വീതം ഒരു വർഷം മുമ്പ് ചുമതലപ്പെടുത്തിയിരുന്നു. ഈ അംഗങ്ങൾ ഈ 20,000 ബൂത്തിലും, അതായത് കഴിഞ്ഞ തവണ പരാജയപ്പെട്ട 20,000 ബൂത്തുകളിലും അവരുടെ പ്രവർത്തനം സജീവമായി മുമ്പോട്ട് കൊണ്ടുപോകും. മുസ്ലിം വോട്ടുകൾ കൂടുതലായി ആകർഷിക്കുക, അതായത് ഒരു ബൂത്തിൽ നിന്ന് 50 മുസ്ലിം വോട്ടുകളെങ്കിലും നേടുക എന്ന ലക്ഷ്യമാണ്. ഏതായാലും ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയെ പോലും നിർത്താതെ മുസ്ലിം വിരുദ്ധരാണ് ബി ജെ പി എന്ന് പറയുന്നവരുടെ വായടപ്പിക്കുന്ന ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. 10% മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള വോട്ടാണ് ഈ ബി ജെ പിക്ക് ലഭിച്ചിരിക്കുന്നത്. അതായത് ഈ പിന്നോക്ക മുസ്ലിങ്ങൾ, പസ്ബന്ധ മുസ്ലിങ്ങൾ, അവർക്ക് നൽകിയ സഹായങ്ങളും കേന്ദ്ര പദ്ധതികളും തന്നെയാണ് ഇതിന് കാരണമായി തീർന്നിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മുസ്ലിം മലയാളം.